നമുക്ക് ആരംഭിക്കാം. ഓഹനാവതു സഹനവു സഹവിങ്കരവാവഹൈ തേജസ്നാവചിതമസ്തു അഞ്ചാം അധ്യായം 41 വരല്ലേ? ദശമസ്കന്ധം അധ്യായം 85 ശ്ലോകം 41. 85-ൽ 41. ദൈത്യദാനവഗന്ധർവാസിദ്ധ്യവിദ്യാധ്രചാരണ രക്ഷരക്ഷപിശാചാചഭൂതനായകാ വിശുദ്ധപത്വസംധാത്വൈ ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേവയം ചാന്യേതദാദൃശാഃ. ഈ മഹാബലി ഭഗവാന്റെയും ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോഴുള്ള അനുഭവത്തെയാണ് ഇവിടെ വിവരിച്ചുകൊണ്ടിരുന്നത്. ബലിയുടെ സ്തുതിയാണ്. നമോ അനന്തായ ബ്രഹ്മീതമകൃഷ്ണായ വേദഫി. നിങ്ങളുടെ ദർശനം പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതാണ്, സുദുർലഭമാണ്. എന്ന് മാത്രമല്ല, ദൈത്യന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, രക്ഷസുകൾ, പിശാചുക്കൾ, ഭൂതങ്ങൾ, പ്രമഥഗണാധിപന്മാർ, ദൈത്യ, ദാനവ, ഗന്ധർവ, സിദ്ധ, വിദ്യാധര ചാരണാഹ, യക്ഷ, രക്ഷ, പിശാചാശ, ഭൂത, പ്രമഥനായകാഹ. ഭൂതപ്രമഥനായകന്മാർ, വിശുദ്ധസത്വധാംനി അർത്ഥാദ്വൈ ശാസ്ത്രശരീരിണി, വിശുദ്ധമായ സത്യസ്വരൂപമായിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നവൻ. വിശുദ്ധ സത്വധാംനി, ധാംനി ധാമാവി അല്ലെങ്കിൽ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവനായ അങ്ങ്. വിശുദ്ധ സത്വധാംനി അദ്ധാ ലായ്പൂർ തൊയ് അങ്ങ്. ശാസ്ത്രശരീരിണി തൊയ്, ശാസ്ത്രമാകുന്ന ശരീരത്തോടു കൂടിയവനായ, ശാസ്ത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയവനായ അങ്ങയിൽ നിത്യം നിബദ്ധ വൈരാഹ, എപ്പോഴും വൈരം ബന്ധിച്ചവരായ തേ വയം ച അന്യേതാദൃശാ, ഞങ്ങള് അതുപോലെ മറ്റുള്ളവരെ ഒക്കെ അങ്ങയിൽ തന്നെ വൈരമുള്ളവരാണ്. കാര്യം പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾ അസുരന്മാരാണ്. അസുരന്മാർക്ക് അങ്ങയുടെ വൈരമുള്ളവരാണ് ജന്മം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ദൈത്യന്മാർക്ക് അങ്ങോട്ട്, ദൈത്യന്മാര്, ദാനവന്മാര് ഇവരൊക്കെ അങ്ങയുടെ വൈരം ഉള്ളവരാണ്. ഗന്ധർവന്മാരും സിദ്ധന്മാരും വിദ്യാധന്മാരും ചാരണന്മാരും യക്ഷക്ഷുകരും പിശാചുക്കളും ഭൂതപ്രമനായകന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളും അങ്ങനെയാണ്. വയം ച അന്യേ, മറ്റുള്ളവരും അങ്ങനെ. താദൃശാഹ, അങ്ങനെയുള്ള ആരെപ്പോലെ മൂലി വർണ്ണിച്ച പോലെയുള്ളവരൊക്കെ നിത്യം ബദ്ധവൈരാഹ, എന്നും അങ്ങയുടെ വൈരമാണ്. ശാസ്ത്രശരീരമായ വിശുദ്ധ സത്യസ്വരൂപനായ അങ്ങയിൽ എന്നും വൈരമുള്ളവരാണ് എന്നുള്ള സത്യമാണ്. ദൈത്യദാനവഗന്ധർവ സിദ്ധവിദ്യാധരചാരണ യക്ഷരക്ഷ പിശാചാശ ഭൂതപ്രമഥനായകാ വിശുദ്ധ സത്വധം നിർദ്ധാതുൈ ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേവയതാദൃശാം. ദൈത്യദാനവഗന്ധർവ സിദ്ധവിദ്യാധരചാരണ യക്ഷരക്ഷ പിശാചാശ ഭൂതപ്രമഥനായകാ വിശുദ്ധ സത്വധം നിർദ്ധാതുൈ ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേവയതാദൃശാം. കേചന ഉദ്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമത തഥാ സത്വസംബദ്ധാഃ സന്നികൃഷ്ടാസുരാദയ. കേചന ഉദ്ബദ്ധവൈരേണ,
ചിലര് ബന്ധിക്കപ്പെട്ട വൈരത്തോടു കൂടിയവരായിട്ട് ഉദ്ബദ്ധ വൈരേണ ഭക്തിയാകേചന ചിലര് ഭക്തി കൊണ്ട് കാമത ചിലര് കാമം കൊണ്ട് തഥാ ഫത്വസംരബ്ധ ഫത്വഗുണത്തോടു കൂടിയിരിക്കുന്നവർ സന്നികൃഷ്ടാഹ സുരാദേഹ സന്നികൃഷ്ടാഹ സന്നികൃഷ്ടന്മാരല്ല ദേവന്മാർ മുതലായവരും അങ്ങനെ സന്നികൃഷ്ടന്മാരല്ല അടുത്തിരിക്കുന്നവരല്ല ശിശുപാലനാദികളായ രാജാക്കന്മാര് വൈരബദ്ധേന അവർക്ക് കൃഷ്ണനോട് വൈരമാണ് ഉണ്ടായിരുന്നത്. ഇനിയും വേറെ അക്രൂരാദികൾക്ക് ഭക്തിയാണ് ഉണ്ടായത്, ഗോപസ്ത്രീകൾക്ക് കാമമുണ്ടായിരുന്നു. ഏത് വിധത്തിൽ അങ്ങയുടെ സ്വരൂപത്തെ പ്രാപിച്ചുവോ ആ സത്വഗുണപ്രധാനന്മാരായ ദേവന്മാർക്ക് പോലും അങ്ങ് അടുക്കൽ കിട്ടിയിട്ടില്ല. അവരുപോലും അങ്ങനെ കാണാൻ യജ്ഞാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഗുണം കൊണ്ട് അങ്ങയെ പ്രാപിക്കാൻ പറ്റില്ല. എപ്പോഴുമുള്ള വിചാരശീലം കൊണ്ട് മാത്രമേ പറ്റൂ. തഥാ സത്വസംരബ്ധാ അങ്ങനെ സത്വഗുണത്തിന്റെ വേഗതയോട് കൂടിയ ഫുരാദികൾ, സംരബ്ധ വേഗത, സത്വസംരബ്ധാ സത്വഗുണത്തിന്റെ വേഗതയോടുകൂടി ഫുരാദികൾ, അവർക്കും അങ്ങനെ എളുപ്പം പ്രാപിക്കാൻ പറ്റില്ല. പിന്നെ ആർക്ക് പറ്റും? ഭക്തി കൊണ്ട് പറ്റും, വൈരം കൊണ്ട് പറ്റും, കാമം കൊണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ മനുഷ്യർ വിചാരിക്കും, വൈരം ഉണ്ടെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ കാമം. ഇങ്ങനെ അവരിൽ വെച്ച് വൈര നിമിത്തവും കാമനിമിത്തവുമുള്ള വിചാരം വളരെ ശക്തിമത്താണ്. അതുകൊണ്ട് അവർക്ക് അധിക വേഗത്തിൽ അങ്ങയുടെ സമീപത്തെത്താൻ പറ്റും. വൈരഭക്തി ഉള്ളവർക്ക് ഏറ്റവും വേഗം അങ്ങയുടെ അടുക്കലേക്ക് എത്താൻ പറ്റും. കാരണം അതിശക്തമാണ്. അവരുടെ വൈരം ഉറച്ചതാണ്, ദൃഢമാണ്. ദൃഢഭക്തി പോലെയാണ് ദൃഢവൈരം. ദൃഢഭക്തിയും ദൃഢവൈരവും എളുപ്പം നിർത്താൻ പറ്റും, കാമം അത്ര എളുപ്പം നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക്, അസുരന്മാരായ ഞങ്ങൾക്ക് അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങളുടെ ശക്തി കൊണ്ട്, വൈരഭക്തിയുടെ ശക്തി കൊണ്ട് അങ്ങയുടെ അടുക്കിലേക്ക് വേഗം നിർത്താൻ പറ്റും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അങ്ങേ നേരിട്ട് ഞങ്ങൾക്ക് കാണാൻ ഇടയായത്. വരി സമർത്ഥിക്കാം. എന്തുകൊണ്ട് അസുരന്മാരായ ഞങ്ങൾക്ക് അങ്ങയെ നേരിട്ട് മാംസചക്ഷുസ് കൊണ്ട് കാണാൻ സാധിച്ചു എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാണ്. കേചനോദ്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമതാം തഥാ സത്വസംരബ്ധ സന്നികൃഷ്ടാസുരാദയം. കേചനോദ്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമത തഥാ സത്വസംരബ്ധ സന്നികൃഷ്ടാസുരാദയം. ഇദമിത്തമിതി പ്രായസ്തവ യോഗേശ്വരേശ്വര ന വിദന്ത്യവിയോഗേശാം യോഗമായം കുതോ വയം. ഇതം ഇത്തം ഇതി, ഇത് ഇങ്ങനെയാണ് എന്ന് പ്രായഃ മിക്കവാറും തവ അങ്ങയ്ക്ക് യോഗേശ്വരേശ്വര സംബോധനയാണ്. യോഗേശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്നവനെ യോഗേശ അപി ന വിദന്തി, യോഗേശന്മാർ പോലും അറിയുന്നില്ല. തവ യോഗമായാം, അങ്ങയുടെ യോഗമായയെ കുറിച്ച്. എന്താണ് ഇതം ഇത്തം ഇതി, ഇങ്ങനെയാണ് ഈ മായ, ഇപ്രകാരമാണ് ഈ മായ, ഇതാണ് മായ. തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കുതോ വയം, ഞങ്ങളെങ്ങനെ അറിയും? യോഗേശ്വരേശ്വരനായ അങ്ങ്, സംബോധന അവിടെയാണ്. യോഗേശന്മാർ പോലും അങ്ങയുടെ യോഗമായി എന്ന വിദന്തി, എങ്ങനെ അറിയാത്ത? ഇതം യുദ്ധം ഇതി ന വിദന്തി, ഇതാണ് മായ, ഇങ്ങനാണ് മായ എന്നൊന്നും അവർക്കോട് അറിയില്ല. കുതോ വയം, എന്ന് ഞങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും? ഇതമിത്തമിതി പ്രായസ്തവ യോഗേശ്വരേശ്വരാം ന വിദന്ത്യവിയോഗേശാം യോഗമായം കുതോ വയം. ഇതമിത്തമിതി പ്രായസ്തവ യോഗേശ്വരേശ്വരാം ന വിദന്ത്യവിയോഗേശാ യോഗമായം കുതോ വയം.
തന്ന പ്രഫീത നിരപേക്ഷമോർഗയുഷ്മൻ പാദാരവിന്ദ ധിഷണാന്യഗൃഹാന്തകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാഘ്രി ഉപലബ്ധവൃത്തി ശബ്ദോയതൈക ഉദഫർവഫകൈശ്ചരാമി തത് ന പ്രഫീത അതുകൊണ്ട് ഞങ്ങളോട് പ്രസാദിച്ചാൽ തന്ന പ്രഫീത തത് നഹ പ്രഫീത അതുകൊണ്ട് ഞങ്ങളോട് പ്രസാദിച്ചാലും നിരപേക്ഷ വിമൃഗ്യ യുഷ്മത്പാദാരവിന്ദതിഷണാനി നിരപേക്ഷമായ അപേക്ഷിക്കാൻ പറ്റാത്തവൻ അവ ഈക്ഷ അപേക്ഷ അനു ഈക്ഷ അന്വേഷണം രണ്ടും ഒരേ അർത്ഥത്തിൻ്റെതാണ്. അതുകൊണ്ട് അങ്ങയെ അന്വേഷിക്കാൻ യോഗ്യമായ അങ്ങയുടെ പാദാരവിന്ദധിഷണാനി അങ്ങയുടെ പാദാരവിന്ദമാകുന്ന ധിഷണത്തിൽ നിന്നും അന്യ ഗൃഹാന്തകൂപാത് മറ്റുള്ള ഗൃഹാദികളാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് നിഷ്ക്രമ്യ പുറത്ത് കിടന്നിട്ട് വിശ്വശരണ അംഘ്രി ഉപലബ്ധവൃത്തി വിശ്വത്തിന്റെ രക്ഷിതാക്കന്മാരായവരുടെ വിശ്വശരണ അംഘ്രി ഉപലബ്ധവൃത്തി അവരുടെ അംഘ്രി കൊണ്ട് ലഭിക്കപ്പെട്ട ജീവികയോട് കൂടിയവരായി വൃത്തി എന്ന് വെച്ചാൽ ഉപജീവന വൃത്തി വിശ്വശരണ അംഘ്രി ഉപലബ്ധവൃത്തി വിശ്വത്തിന് രക്ഷിതാക്കന്മാരായിരിക്കുന്ന ഈ വൃക്ഷങ്ങളുടെ മൂലത്തിൽ നിന്നും അംഘ്രിയിൽ നിന്നും ഉപലബ്ധവൃത്തി കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് എല്ലാവരും. അതിലെ ഇല, പൂവ്, കായ്, വള്ളി, അതിൻ്റെ വേര്, തണ്ട്, ഇല ഇതെല്ലാം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരായി ശാന്തനായി യഥൈക ഉദ സർവസഖീശ്വര യഥാ ഏകനായിട്ട് ചരാമി സഞ്ചരിക്കുന്നതിന് ഉദ അല്ലെങ്കിൽ സർവസഖൈ എല്ലാവരുടെയും ഇഷ്ടന്മാരോടുകൂടി യഥാചരാമി എങ്ങനെ സഞ്ചരിക്കാമോ അപ്രകാരം നഹ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണമേ. ഇനിയുള്ള ജീവിതകാലം തപോവത്തെ അനുഷ്ഠിച്ച് കഴിക്കാൻ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം. ദ്വേഷഭക്തി മുക്തിക്ക് കാരണമാണ് എങ്കിലും അത് സാത്വികന്മാരാക്കി തീർക്കാൻ ഒരു കാരുണ്യം ഉണ്ടാവും. ഇതാണ് അസുര ചക്രവർത്തിയുടെ അപേക്ഷ. ജന്മം കൊണ്ട് അസുരന്മാരാണ്, ദ്വേഷഭക്തി ഉള്ളവരാണ് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഞങ്ങളെ അങ്ങ് സത്വഗുണപ്രധാനന്മാരായിട്ടാക്കണം. ഞങ്ങളിപ്പോ രജസും തമസുള്ളവരാണ്. ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള യാതൊരു സുഖവും ആഗ്രഹിക്കാതെ നിരപേക്ഷ വിമൃഗ്യ നിരപേക്ഷന്മാരായി ഒന്നിനെയും ആശ്രയിക്കാത്തവരായിട്ട് വിമൃഗ്യം അന്വേഷിക്കപ്പെടുന്ന യുഷ്മത്പദാരവിന്ദ ധിഷണ അന്യഗ്രഹ അന്ധകൂപാ അങ്ങയുടെ പദാരവിന്ദമാകുന്ന ധിഷണയോടുകൂടി അന്യഗ്രഹ അന്ധകൂപാ അന്യമായിരിക്കുന്ന വീടെന്ന അന്ധകൂപത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ഞങ്ങളെ അനുവദിക്കും. ഞങ്ങൾ ഇപ്പോഴും അങ്ങയുടെ പാതാരവിന്ദം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നത് പൊട്ടക്കിണറ്റിലാണ്. ആസുരയോനിയിൽ ജനിച്ച് അസുര ചക്രവർത്തിയുടെ സ്ഥാനം ആരോഹണം ചെയ്ത് ആ പൊട്ടക്കിണറ്റിൽ ഇപ്പോഴും കിടക്കുകയാണ്. അങ്ങയുടെ പാദം അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ കിടക്കുക വൈരഭക്തി കൊണ്ട്. അങ്ങനെയുള്ള ഞങ്ങളെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കരകയറ്റി സാത്വിക സമ്പന്നരാക്കി തീർക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് മഹാബലിയുടെ പ്രാർത്ഥനയാണ്. അത്ര വലിയ കടുത്ത പ്രാർത്ഥനയാണ്. തൻ്റെ ജന്മത്തെ പോലും മാറ്റിമറിക്കാൻ അങ്ങയുടെ ഭക്തി കൊണ്ട് കഴിയും. ഞങ്ങളുടെ ഗുണങ്ങളെയൊക്കെ മാറ്റി ഞങ്ങളെ സാത്വിക ഗുണസമ്പന്നന്മാരാക്കാൻ അങ്ങേക്ക് കഴിയും. ഇതാണ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. മഹാബലിയുടെ പ്രാർത്ഥന അതാണ്. ഭഗവാനെ നേരിട്ട് കണ്ടാൽ എന്തൊക്കെയാ ചോദിക്കാനിരിക്കുക? അതുപോലെ അസുര ചക്രവർത്തി
ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങയുടെ വൈദഭക്തിയാണ്, സമ്മതിച്ചു, സത്യമാണ്. ഞങ്ങൾ മാത്രമല്ല, കുറെ പേര് അങ്ങനെയാണ്. അതുകൊണ്ട് എളുപ്പം മുക്തി കിട്ടുകയും ചെയ്യും, അത് ഉറപ്പാണ്. കാരണം അതിന്റെ ബലം കൊണ്ട്, ശക്തി കൊണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ അസുര ചക്രവർത്തി പദം എന്നുള്ള ഈ വീട് പൊട്ടക്കിണർ പോലാണ്. ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഞങ്ങൾ സത്വഗുണ സമ്പന്നന്മാരാവണം. തന്ന പ്രഫീത, അതിനാണ് പ്രസാദിക്കേണ്ടത്. നിരപേക്ഷ വിമർഗ്യ യുഷ്മത്പാദാരവിന്ദ ശിഷണ അന്യഗൃഹ അന്ധകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണ അങ്കി ഉപലബ്ധവൃത്തി. ലോകത്തിന് ആശ്രയം കൊടുക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവരായിട്ട്, ശാന്തരായിട്ട് യഥൈക ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ അനുവദിക്കണം. ഈ അസുര ചക്രവർത്തി പദമല്ല വേണ്ടത്, ഒരു മുനിയുടെ പദവിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാട്ടിൽ തപസ്സനുഷ്ഠിക്കുന്ന ഒരു താപസന്റെ യോഗ്യത ഞങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ സർവസഖൈശ്വരാം, സകലരെയും ഇഷ്ടപ്പെടുന്ന അങ്ങയോടൊപ്പം സഞ്ചരിക്കാൻ അനുവദിക്കണം. എല്ലാവരുടെയും സഖാവായ അങ്ങയോടൊപ്പം സഞ്ചരിക്കാൻ. ഈ രണ്ടിലൊന്നാണ് മഹാബലി ആവശ്യം. മനോഹരമായ രണ്ട് വരങ്ങൾ. അതും ഒരു അസുര ചക്രവർത്തി ചോദിക്കേണ്ട വരം. തന്ന പ്രഫീത നിരപേക്ഷ വിമർഗ്യ യുഷ്മത്പാദാരവിന്ദധിഷണ അന്യഗൃഹാന്ധഭൂപാത് നിഷ്ക്രമ്യ വിശ്വശരണ അങ്കുപലബ്ധവൃത്തി ശാന്തോ യഥൈക സർവസഖൈശ്ചരാമി. തന്ന പ്രഫീത നിരപേക്ഷ വിമർഗ്യ യുഷ്മൻ പാദാരവിന്ദധിഷണ അന്യഗൃഹാന്ധകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണ അങ്കുപലബ്ധവൃത്തി ശാന്തോ യഥൈക സർവസഖൈശ്ചരാമി. തന്ന പ്രഫീത നിരപേക്ഷ വിമർഗ്യ യുഷ്മത്പാദാരവിന്ദ ധിഷണ അന്യഗൃഹാന്ധകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാംഘ്രുപലബ്ധവർത്തി ശാന്തോ യഥൈക സർവസഖൈശ്ചരാമി. ശാധ്യസ്മാൻ അസ്മാനീശിതവ്യേശ നിഷ്പാപൻ ഗുരുമ പ്രഭോ പുമാൻ യശ്രദ്ധയാ തിഷ്ഠം ചോദനായാലുഷ്യതേ. ശാധി ഉപദിശി അസ്മാൻ, ഞങ്ങൾ ഈശിതവ്യ ശാസിക്കപ്പെടേണ്ടവരായ ഞങ്ങളെ, ഈശ ശാസിക്കപ്പെടേണ്ടവരെ, ശാസിക്കാൻ യോഗ്യത ഉള്ളവരായ ഹേ ഈശ. ശാധി അസ്മാൻ ഈശിതവ്യ ഈശ. സാധ്യസ്മാനീശിതവ്യേശ ഈശിതവ്യ ഈശ അസ്മൻ ശാധി. ഉപദേശിക്കപ്പെടേണ്ടവരായ ഞങ്ങളെ എന്ത് ചെയ്യണം? ഉപദേശിക്കുക തന്നെ ചെയ്യണം. പുണ്യപാപങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന സകല ജീവന്മാരെയും വേണ്ടതുപോലെ ശാസിച്ച് നല്ല വഴിയിൽ കൂടി സഞ്ചരിപ്പിച്ച് വിടാനുള്ള ശക്തി ഉള്ളവനാണ് അങ്ങ്. ശാസിതവ്യനാണ് അങ്ങ്. അപ്പൊ ഏതുവിധമായാലാണോ ഞങ്ങൾ പാപരഹിതന്മാരായി ഭവിക്കുന്നത്, അങ്ങനെ ഞങ്ങളെ ശാസിക്കണം. ശാധി അസ്മാൻ ഈശിതവ്യ ഈശ നിഷ്പാപൻ ഗുരു ന പ്രഭോ. ഹേ പ്രഭോ, നഹ നിഷ്പാപൻ ഗുരു, അല്ലയോ പ്രഭു, ഞങ്ങളെ നിഷ്പാപന്മാരാക്കി ചെയ്യൂ, ഗുരു ചെയ്യൂ. ഉണ്ടായിരുന്ന പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നവരാക്കി മാറ്റണം ഞങ്ങൾക്ക്. പുമാൻ ശ്രദ്ധയാ തിഷ്ടം ചോദനായാ വിമുച്യതേ. പുമാൻ യത് ശ്രദ്ധയാ, യാതൊരുവനിലുള്ള ശ്രദ്ധ കൊണ്ട് ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ തിഷ്ടൻ വസിക്കുന്ന, യാതൊരുവനാണോ അങ്ങയുടെ ശ്രദ്ധയോടുകൂടി വസിക്കുന്നത്. ശ്രദ്ധയാ പുമാൻ തിഷ്ടൻ ചോദനായാഹ വിമുച്യത, പ്രേരണയിൽ നിന്ന് മോചിക്കപ്പെടുകയാണ്. കാരണം യഥാർത്ഥ ഭക്തൻ
വിധിക്ക് കിങ്കരനാവില്ല. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഒന്നിനെയും കാണുന്നില്ല. എന്തു വന്നാലും അത് ഈശ്വരൻ തന്നെ. അന്യമായ ഒന്നും തന്നെ കാണുന്നില്ല. നന്മയില്ല, തിന്മയില്ല, പുണ്യം, പാപം, ഇതെല്ലാം ദ്വൈത ദൃഷ്ടി ഇല്ലാത്തത് കൊണ്ട് അദ്വിതീയമായ ബ്രഹ്മസ്വരൂപനായ അവർ ലോകത്തിൽ നിന്നും വിട്ടവനാണ്. ഇതൊന്നും അവരെ ബാധിക്കില്ല. ലോകമര്യാദ നിലനിർത്തുവാനുള്ള വേദവാക്യങ്ങൾ ലോകാതീതനെ ബാധിക്കുന്നില്ല എന്ന് സാരം. പുണ്യപാപങ്ങൾ അവരെ ബാധിക്കത്തില്ല. അതുകൊണ്ട് മഹാപ്രഭുവായ അങ്ങ് ഞങ്ങൾ ഏത് വിധത്തിലായാൽ അങ്ങയെ മാത്രം ആശ്രയിച്ച് എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിച്ച് വിധിനിഷേധ സ്വരൂപമായ വേദവാക്യങ്ങളുടെ പ്രേരണ കൊണ്ട് എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ഒരു ശാസന, ഉപദേശം, ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം. നിഷ്പാപൻ കുരുന പ്രഭോ പുമാന്യശ്രദ്ധയാദിഷ്ടം ചോദനായ വിമുച്യതേ. ഇത് മഹാബലിയുടെ പ്രാർത്ഥനയാണ്, വരമാണ്, അപേക്ഷയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് ഭഗവത് പറഞ്ഞു. ശ്രീ ഭഗവാനുവാച ആസൻ മരീചേഷത്പുത്രാവൂർണായ പ്രഥമേന്തരേ ദേവാക്കം ഞങ്ങൾ വന്നത്, ഇതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ വന്നത് ആഫൻ ഉണ്ടായിരുന്നു, ആഫീദ്, ആഫ്ത, ആഫൻ ഉണ്ടായിരുന്നു. മരീചേഹി ഷത്പുത്രാഹ, മരീചിക്ക് 6 പുത്രന്മാരുണ്ടായി. സപ്തർഷിയുടെ ഒരാളാണ് മരീചി. ആ മരീചിക്ക് ഊർണ എന്ന പത്നിയിൽ, ഊർണായാം, ഊർണയിൽ, സപ്തമി ഏകവചനമാണ്. പ്രഥമേ അന്തരെ, ആദ്യത്തെ മന്വന്തരത്തിലെ മരീചിക്ക് ഊർണയിൽ 6 പുത്രന്മാരുണ്ടായി. ദേവാഹ കം ജഹഫു വീക്ഷ്യാം, ദേവന്മാർ, കം ബ്രഹ്മാവിനെ എന്നർത്ഥം, ആരെ എന്നല്ല ഇവിടെ. അതൊക്കെയാണ് സംസ്കൃതം പഠിച്ചാലും സന്ദർഭം അനുസരിച്ച് നമുക്ക് അർത്ഥത്തെ നിയോഗിക്കാനുള്ള കഴിവ് ഇങ്ങനെ കുറെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ മാത്രമേ കിട്ടൂ. കം ബ്രഹ്മാവിനെ ജഹഫുഹു, നോക്കി ചിരിച്ചു. ജഹാഫ ജഹഫതുഹു ജഹഫുഹു, ചിരിച്ചു. ചിട്ടാണ്, ഭൂതകാലമാണ്. വീക്ഷ കണ്ടിട്ട്, സുതാം യഭിതും ഉദ്യതം, പുത്രിയായ സരസ്വതിയോട് യഭിതും ചേരുന്നതിന് ഉദ്യതനായിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടിട്ട് ദേവന്മാർ ഹസിച്ചു, പുഞ്ചിരിച്ചു. ഈ ദേവന്മാർ ഈ 6 മക്കളാണ്. ഇവർ 6 പേരുമാണ്. മരീചിയുടെ 6 പുത്രന്മാരെ ബ്രഹ്മാവിനെ നോക്കി കളിയാക്കി ചിരിച്ചു. ബ്രഹ്മാവിന്റെ ഒരു സൃഷ്ടിയായിരുന്നു സരസ്വതി, മകൾ. അതിനെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് ആ മകളായ സരസ്വതി കാമമുണ്ടായി എന്ന് കഥയുണ്ട്. അപ്പൊ കണ്ട് ചിരിച്ചവരാണ് ഈ 6 പേര്. ദേവാഹ, ദേവന്മാരായവരെ, കം വീക്ഷ്യ, ബ്രഹ്മാവിനെ കണ്ടിട്ട്, ജഹഫുഹു, ചിരിച്ചു. ദേവാക്കം ജഹഫുറു വീക്ഷ്യ സുതാം യഭിതുമുദ്യതം, സുതാം, പുത്രിയെ, യഭിതും, പ്രാപിക്കുന്നതിന് വേണ്ടി, ഉദ്യതം, പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന, കം വീക്ഷ്യ, ദേവാഹ ജഹഫുഹു, അവരെ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചുപോയി. ആസൻ മരീചേഷത്പുത്രാവൂർണായ പ്രഥമേന്തരേ ദേവാക്കം ജഹഫുറു വീക്ഷ്യ സുതം യഭിതുമുദ്യതം തേനാസുരീമകൻ യോനിം അധുനാപദ്യകർമ്മണാം ഹിരണ്യകശിപോർജാത ഹിതാസ്തേ യോഗമായാം. തേന, അതുകൊണ്ട് തന്നെ, ആസുരീം അഗമൻ, ആ പാപകർമ്മം കൊണ്ട് ആസുരിയുടെ ഭാവത്തെ പ്രാപിക്കട്ടെ. യോനിം അധുന അവത്യകർമ്മണ,
അവധ്യകർമ്മം പാപകർമ്മം. തേന അവധ്യകർമ്മണ, ആ പാപകർമ്മം കൊണ്ട് അധുന ആഫുരിം യോനിം അഗൻ, ആ പാപകർമ്മത്തിന്റെ ഫലമായിട്ട് അവർ 6 പേർക്കും ഉടനെ തന്നെ അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന് ബ്രഹ്മാവ് ശപിച്ചു. ഹിരണ്യകശിപുവിനെ പുത്രരായിട്ട് ഇവർ ജനിച്ചു. ഹിരണ്യകശിപൂഹ ജാതാഹ നീതാസ്തേ യോഗമായ, അവരെയാണ് യോഗമായ ശക്തി കൊണ്ട് മറ്റൊരു യോനിയിലേക്ക്, ദേവകിയിലേക്ക് നിക്ഷേപിച്ചത്. ഇതാണ് ഇവരുടെ പൂർവജന്മ കഥ. തേനാസുരീമഗമൻ യോനിം അധുനാപദ്യകർമ്മണാം ഹിരണ്യകശിപോർജാതാ നീതാസ്തേ യോഗമായ ദേവക്യാ ഉദരേ ജാതാ രാജൻ കംസവിഹിംസിതാ ഫാതൻ ശോചത്യാത്മജൻ സ്വാംസ്ത ഇമേ അധ്യാഫതേ കുന്തിതേ. ദേവക്യാഹ ഉദരേ ജാതാഹ, എന്നിട്ട് ഇവര് ദേവകിയുടെ ഉദരത്തിൽ വന്ന് ജനിച്ചു. ഹിരണ്യകശിപുവിന്റെ ജാതി ജന്മത്തിൽ പോയി അവർ ജനിച്ചു. അവിടുന്ന് ഭഗവാന്റെ യോഗമായ കൊണ്ട് അവരെ ദേവകിയിലേക്ക് മാറ്റി. മരീചിയുടെ 6 പുത്രന്മാരാണ്, പൂർണ്ണയിലുണ്ടായ 6 പുത്രന്മാർ. അസുരയോനി ജനിക്കട്ടെ എന്ന് ശപിച്ചതുള്ളൂ. ജനിച്ചു, ശരിയാണ്. പക്ഷെ ജനിച്ചപ്പോ തന്നെ അവരെ അടുത്ത് മാറ്റിയത് അവരുടെ മാതാപിതാക്കൾ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ടാണ്. യോഗമായ ശക്തി കൊണ്ട് അവരെ മറ്റൊരു യോനിയിലേക്ക് നയിച്ചു. തേനാഫുരീമകമൻ യോനിം അധുന അവത്യകർമ്മണാം ഹിരണ്യകശിപോർജാതാ നീതാസ്തേ യോഗമായ ദേവക്യാ ഉദരേ ജാതാ രാജൻ കംസവിഹിംസിതാ. അങ്ങനെ ദേവകിയുടെ ഉദരത്തിൽ വന്ന് ജനിച്ചു അല്ലയോ രാജാവയെ കംസവിഹിംസിതാ. കംസന്മാരെ കൊല്ലപ്പെട്ടവരായി തീർന്നു അവർ. സാതാൻ ശോചത്യാത്മജാൻ സ്വാംസ്ത ഇമേ അധ്യാപതേ. അവൾ, എന്റെ അമ്മയായ ദേവകി, താൻ അവരെ കുറിച്ച് ശോചതി ദുഃഖിക്കുന്നു, ആത്മജാൻ പുത്രന്മാരെ കുറിച്ച്, സ്വാം തന്റെ പുത്രന്മാരെ കുറിച്ച്, തേ ഇമേ അധ്യാപതേ അന്തിതേ, ഇവരാണ് നിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ 6 പേര്. അവളുടെ ആ മക്കൾ അങ്ങയുടെ അരികത്ത് ഇതാ ഇരിക്കുന്നു. 1 2 3 4 5 6 എണ്ണി കാണാം. 6 പേരും ഇവിടുത്തെ നിൽപ്പുണ്ട്. ഇവരുടെ വരവ് മരീചിയുടെ പുത്രന്മാരാണ്. ഹിരണ്യകശിപുവിന്റെ അവർ പുത്രന്മാരായിട്ട് ജനിച്ചില്ല, ഉദരത്തിലായതേ ഉള്ളൂ. അപ്പൊ തന്നെ യോഗമായ ശക്തി അവിടുന്ന് മാറ്റി ദേവകിയുടെ ഗർഭത്തിലാക്കി. ജനിച്ചപ്പോ തന്നെ ഈ 6 പേരെയും കംസൻ കൊന്നവർ. അങ്ങനെ കംസൻ അനുഗ്രഹിക്കപ്പെട്ട 6 പേരും ഇതാ ഇവിടെ ഈ ഫുതലത്തിൽ, ഈ അസുര ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അടുക്കൽ 6 പേരും വന്നിട്ടുണ്ട്. നിൽക്കുന്നു. ഇവർ 6 പേര് എന്റെ ജ്യേഷ്ഠന്മാരാണ് ഇവരൊക്കെ. ദേവക്യാ ഉദരേ ജാതാ രാജൻ കംസവിഹിംസിതാം സാതാൻ ശോചത്യാത്മജൻ സ്വാംസ്ത ഇമേ അധ്യാപതേ. ദേവക്യാ ഉദരേ ജാതാ രാജൻ കംസവിഹിംസിതാ സാതാൻ ശോചത്യാത്മജൻ സ്വാംസ്ത ഇമേ അധ്യാപതേ. ഇത് ഏതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുക്തയേൻ ഇത് ശാപാത് വിനിർമുക്ത ലോകം യാസിന്തി വിദുരാഹം. ഇതഹ, ഇവിടെ നിന്നും, ഏതാൻ ഇവരെ പ്രണേഷ്യാം, ഞാൻ കൊണ്ടുവന്നു. എന്റെ അമ്മയുടെ പുത്രന്മാരായിട്ട് ജനിച്ചവരാണിവർ. എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്. ഈ 6 പേരെയും ഞാൻ കൊണ്ടുപോവാണ്. മാതൃശോകാപനുത്തെ, എന്തിനാ ഇപ്പൊ കൊണ്ടുവന്നേ? അമ്മയുടെ ശോകത്തിനെ ഇല്ലാതാക്കാൻ. മാതൃശോക അപനുത്തയെ, അപനുതി ഇല്ലാതാക്കുക. അപനുത്തയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചതുർത്ഥിയാണ്. മാതൃശോകാപനുത്തയെ, അമ്മയുടെ ശോകത്തെ അപനോദനം ചെയ്യാനായിക്കൊണ്ട് ഞാൻ ഇവരെ ഇതാ കൊണ്ടുപോകും. തഥ ശാപാത് നിർമുക്തവും, അങ്ങനെ
ശാപത്തിൽ നിന്നും അവർ നിർമുക്തരായിട്ട് ലോകം യാസ്യന്തി വിജ്വരാഹം ദേവലോകത്തേക്ക് ഇവര് പോവുകയും ചെയ്യും. ഇവരോട് വസിക്കേണ്ടവരല്ല. ഇപ്പൊ അമ്മയ്ക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. അമ്മയെ കാണിച്ചിട്ട് ശാപമുക്തരായി തീർന്ന ഇവരെ എങ്ങോട്ട് തന്നെ കൊണ്ടുപോകും? തിരിച്ച് ദേവലോകത്തേക്ക് തന്നെ ഇവര് പോവുകയും ചെയ്യും. മരീചിയുടെ പുത്രന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇത് ഏതാൻ പ്രണേഷ്യാമോ മാതു ശോകാപനുത്തേ തത ശാപാദ് വിനിർമുക്ത ലോകം യാസിന്തി വിജ്വരാ. ഇത് ഏതാൻ പ്രണേഷ്യാമോ മാതു ശോകാപനുത്തേ തത് ശാപാദ് വിനിർമുക്ത ലോകം യാസിന്തി വിജ്വരാഹം. സ്മരോദ്ഗീത പരിഷ്വംഗ പതംഗക്ഷുദ്രബുദ്ധിണി ഷഡിമേ മത്പ്രസാദേന പുനർയാസ്യന്തി സത്യതി. എന്റെ പ്രസാദം കൊണ്ട് ഇവരാറ് പേരെ വീണ്ടും സദ്ഗതി പ്രാപിച്ച് എന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നവരാണിവർ. ഇവർ ജനിച്ചു കഴിഞ്ഞാൽ എന്റെ അനുഗ്രഹം കൊണ്ട് ഇവർ മോക്ഷത്തെ പ്രാപിക്കും. ഷഡിമേ പ്രഭാതേന പുനർ യാസ്യന്തി സദ്ഗതി. സദ്ഗതി യാസ്യന്തി, സദ്ഗതിയിലേക്ക് പോകും. ആരൊക്കെയാണ്? സ്മരൻ, കാമദേവൻ, ഉദ്ഗീതൻ, അത് യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക തരം ഹോതാവിന്റെ പേരാണ് ഉദ്ഗീതന്മാർ. പരിഷ്വംഗ, എന്താണ് പരിഷ്വങ്കൻ? അതും യജ്ഞത്തിൽ ഉള്ള ഋത്വിക്കിന്റെ പേരാണ്. ക്ഷുദ്രഭൃത്, ക്ഷുദ്രത്തെ ഭരിക്കുന്നവരായ പക്ഷികൾ. ഘൃണി, ഘൃണയോട് കൂടിയവർ, നിന്ദയോട് കൂടിയവർ. ഈ ആറ് പേര് എന്റെ അനുഗ്രഹം കൊണ്ട് മോക്ഷമാണ്. സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭത്ത്, ഘൃണൻ. ഇവർ ചെയ്തിരിക്കുന്ന പാപങ്ങളും തെറ്റുകളും ഒക്കെ ഇല്ലാതായിക്കൊണ്ട് അവർ വീണ്ടും മോക്ഷത്തിലേക്ക് തന്നെ പോകാൻ പര്യാപ്തരാണ് ഈ ആറ് ആൾക്കാർ. അവരുടെ പ്രതിനിധികളായിട്ടാണ് ഈ നിൽക്കുന്ന മരീചിയുടെ ആറ് പുത്രന്മാർ. സ്മരോദ്ഗീത പരിഷ്വംഗ പതംഗ ക്ഷുദ്രഭദ്രണി ഷഡിമേ മത്പ്രസാദേന പുനർയാസ്യന്തി സത്യതി. സ്മരോദ്ഗീത പരിഷ്വംഗ പതംഗ ക്ഷുദ്രഭദ്രണി ഷഡിമേ മത്പ്രസാദേന പുനർയാസ്യന്തി സത്യതി. ഇത്യുക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീവേദ്യമാതുപുത്രാൻ അയച്ഛതാം. ഇങ്ങനെ പറഞ്ഞിട്ട് താൻ സമാദായ അവരെയും കൊണ്ട് ഇന്ദ്രസേനേന പൂജിതവും, ഇന്ദ്രസേനായ ശരിയാൽ പൂജിക്കപ്പെട്ടവരായിട്ട് പുനർദ്വാരവതീനെത്തിയ വീണ്ടും ദ്വാരകയിലെത്തി മാതുഹു പുത്രാൻ അയച്ഛത അമ്മയ്ക്ക് പുത്രന്മാരെ സമർപ്പിച്ചു. ഇത്യുക്ത്വാ സമാദായ ഇന്ദ്രസേനേന പൂജിതവും പുനർദ്വാരവതീനെത്യമാതുപുത്രാൻ അയച്ഛതാം. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹ സ്മൃതസ്തനി പരിഷ്വജ്യ അംഗമാരോപ്യ മൂർത്തിന്യജിഘ്രത ഭീക്ഷ്ണശാം. താൻ ദൃഷ്ട്വാ അവരെ കണ്ടിട്ട് ബാലകാൻ, താൻ ബാലകാൻ ദൃഷ്ട്വാ ആ ബാലകന്മാരെ കണ്ടിട്ട് ദേവിയായ ദേവകി പുത്രസ്നേഹ സ്മൃതസ്തനി, പുത്രസ്നേഹം കൊണ്ട് മുല ചുരന്നവളായി തീർന്നിട്ട് പരിഷ്വജ്യ ആലിംഗനം ചെയ്തിട്ട് അംഗമാരോഗ്യ മടിയിലിരുത്തിയിട്ട് മൂർധി അജിഘ്രത് മൂർധാവിൽ ചുംബിച്ചു. അഭീക്ഷണശ പല പ്രാവശ്യം. മൂർധി അജിഘ്രത് അഭീക്ഷണശ, മൂർധി അജിഘ്രത് അഭീക്ഷണശ, അഭീക്ഷണശ പല പ്രാവശ്യം. മൂർധി അജിഘ്രത് മൂർധാവിൽ ചുംബിച്ചു. തന്റെ സ്വന്തം മക്കളെ കണ്ടപ്പോൾ മുല ചുരന്നു വരുന്നവളായ ദേവകി അവരെ മടിയിലിരുത്തി ചുംബിച്ച് ആലിംഗനം ചെയ്ത്
മൂർധാവിൽ മുഖം മൂർധാവോട് ചേർത്ത് അവരെ ചുംബിച്ചു ആലിംഗനം. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്മൃതസ്തനീ പരിഷ്വജ്യംഗമാരോഗ്യമൂർത്തി അജിഘ്രതഭീക്ഷണശാം. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്മൃതസ്തനീ പരിഷ്വജ്യംഗമാരോഗ്യമൂർത്തി അജിഘ്രതഭീക്ഷണശാം. അപായേത്സ്തനം പ്രീതാസുതസ്പർശ പരിപ്ലുത മോഹിത മായയാ വിഷ്ണോർജയ സൃഷ്ടി പ്രവർത്തതേ. അപായേത് കുറിച്ചു, സ്തനം മുലപിടിപ്പിച്ചു, പ്രീതാഹ സന്തുഷ്ടയായിട്ട്, സുതസ്പർശ പരിപ്ലുത പുത്രന്മാരുടെ സ്പർശം കൊണ്ട് ഒഴുകുന്ന സ്തനത്തോടു കൂടിയ അവൾ മോഹിത മായയാ വിഷ്ണുവിന്റെ മായ കൊണ്ട് മോഹിച്ചവളായിട്ട് യയാ സൃഷ്ടി പ്രവർത്തതേ, യാതൊന്നിനാലാണോ സൃഷ്ടി പ്രവർത്തിക്കുന്നത് ആ സൃഷ്ടി വ്യാപാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മഹാവിഷ്ണുവിന്റെ മായ കൊണ്ട് മോഹിതയായ ദേവകി പുത്രന്മാരുടെ സ്പർശം കൊണ്ട് ഒഴുകുന്ന പാലോടുകൂടിയ സ്തനത്തോടുകൂടി അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നവളായി തീർന്നു എന്ന് ദേവകിയുടെ പുത്രസ്നേഹത്തെ വർണ്ണിച്ചാണ്. അപായത് സ്തനം പ്രീതാം സുതസ്പർശ പരിപ്ലുതാം മോഹിതാമായ വിഷ്ണോർജയാ സൃഷ്ടി പ്രവർത്തതേ. അപായത് സ്തനം പ്രീതാ സുതസ്പർശ പരിപ്ലുതാം മോഹിതാമായ വിഷ്ണോർജയാ സൃഷ്ടി പ്രവർത്തതേ. ത്വാമൃതം വയസ്തസ്യാപീതശേഷം ഗതാഭൃതാം നാരായണ അംഗസ്പർശ പ്രതിലബ്ധാത്മദർശനാഃ. പിത്വാമൃതം പയഃ തസ്യാഃ, തസ്യാഃ പയഃ അമൃതം പിത്വാ, അവളുടെ ആ പാല് അമൃത് പോലെയുള്ള ആ പാല് പാനം ചെയ്തിട്ട് അതെങ്ങനെയുള്ളതാണ്? പീതശേഷം ഗതാഭൃതാം, ഗതാഭൃത്തായ സാക്ഷാൽ ഭഗവാൻ കുടിച്ചതിന്റെ ബാക്കിയാണ് ഇവർക്ക് കിട്ടത്. കാരണം ഇവരൊക്കെ ഉണ്ടായി മരിച്ചുപോയെങ്കിലും ഭഗവാൻ ഉണ്ടായപ്പോഴാണ് ആദ്യമായും ആ കുട്ടിക്ക് മുല കൊടുത്ത് നിർവൃതി ഉണ്ടായത്. അത് തന്നെയാണ് ഇപ്പൊ ഈ ജ്യേഷ്ഠന്മാർ വീണ്ടും പാനം ചെയ്യുന്നത്. വിശ്വാമൃതം വയസ്തസ്യ പീതശേഷം ഗതാഭൃത് വിഷ്ണു കൃഷ്ണൻ ഭഗവാൻ നാരായണ അംഗസ്പർശ. അങ്ങനെ ഭഗവാന്റെ അംഗസ്പർശം കൊണ്ട് ഭഗവാന്റെ കൈ കൊണ്ടൊരു സ്പർശനം കിട്ടിയപ്പോൾ തന്നെ പ്രതിലബ്ധ ആത്മദർശനാഹ, ഞങ്ങൾ ആരാണെന്ന് അവർക്ക് തിരിച്ചറിയാം. ഞങ്ങൾ മരീചിയുടെ പുത്രന്മാരാണെന്ന് ഇപ്പോഴാണ് അവർക്ക് ശരിക്കും ബോധമുണ്ടായത്. ഭഗവാന്റെ അംഗസ്പർശം കൊണ്ട് പ്രതിലബ്ധ ആത്മദർശനാഹ, പ്രതിലബ്ധം ലഭിക്കപ്പെട്ട ആത്മദർശനത്തോട് കൂടിയവരായിട്ട് തീർന്നു അവർ. ത്വാമൃതം വയസ്തസ്യാപീതശേഷം ഗതാഭൃതാം നാരായണ അംഗസ്പർശ പ്രതിലബ്ധ ആത്മദർശനാഃ. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകിം പിതരം പരം വിശദാം സർവഭൂതാനം തേ, അവരാറുപേരും ഗോവിന്ദം ദേവകിയും പിതരം പരം നമസ്കൃത്യ, ഭഗവാനെയും ദേവകിയെയും വസുദേവനെയും ബലദേവനെയും നമസ്കരിച്ചിട്ട് വിശദാം നോക്കി നിൽക്കെ സർവഭൂതാന, എല്ലാ ഭൂതങ്ങളും നോക്കി നിൽക്കെ യയു ധാമതിവൗകഫം, ദേവന്മാരുടെ ആസ്ഥാനത്തേക്ക് അവർ തന്നെ കടന്ന് കയറി. ആറുപേരും എല്ലാവരും നോക്കി നിൽക്കെ മരീചിയുടെ പുത്രന്മാരായി ദേവലോകത്തിൽ യാത്രയായി. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം പിതരം പരം വിശദം സർവഭൂതാനാം യേയുർത്ഥാമദിവോപസാം. തം ദൃഷ്ട്വാ ദേവകീ ദേവി മതാഗമന നിർഗമം മേനേഷു വിസ്മിതായ മായാം കൃഷ്ണസ്യരചിതാം നിർവാം. തം ദൃഷ്ട്വാ, അവനെ കണ്ടിട്ട്, ദേവകീ ദേവി മൃതാഗമന നിർഗമം, മരിച്ചവരുടെ വരവും പോക്കും. മൃത ആഗമന നിർഗമനം,
മരിച്ച പുത്രന്മാർ വന്നു, അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഇതൊക്കെ ദേവകി സ്തംഭിച്ച് നോക്കി നിന്ന് പോയി. മേനെ വിചാരിച്ചു, സുവിസ്മിത അത്ഭുതത്തോടെ മായ കൃഷ്ണത്തിലെഴുതാണ്. ഓ, ഇതൊക്കെ കൃഷ്ണന്റെ മായ തന്നെയാണ് എന്ന് അല്പം കഴിഞ്ഞപ്പോൾ എന്ത് ബോധ്യമാക്കി. സന്തുഷ്ട്വാ ദേവകീ ദേവി മതാഗമന നിർഗമം മേനെ ഭൂവിസ്താമായം കൃഷ്ണത്തിലെഴുതാം. സന്തുഷ്ട്വാ ദേവകീ ദേവി മതാഗമന നിർഗമം മേനെ ഭൂവിസ്താമായം കൃഷ്ണത്തിലെഴുതാം. ഏവം വിധന്നദ്ഭുതാനി കൃഷ്ണസ്യ പരമജ്ഞനാം ബീജാന്യനന്തബീജസ്യസഞ്ജഹന്താനി ഭാരതാം. ഏവം വിധാനി അദ്ഭുതാനി കൃഷ്ണസ്യ പരമജ്ഞന. ഇങ്ങനെയുള്ള പരമാത്മാവായ കൃഷ്ണന്റെ അത്ഭുതങ്ങൾ, ബീജാനി അത്ഭുതങ്ങളായ ബീജങ്ങൾ, അനന്തബീജസ്യ സന്ധി അനന്താനി ഭാരതം. ഹേ ഭരതകുലജാതനായ രാജാവേ, അനന്തനായ ഭഗവാന്റെ ബീജങ്ങൾ അനന്തങ്ങളായിട്ടുണ്ട്, എണ്ണിയാൽ തീരില്ല. എത്ര ബീജകഥകളാണ് ഇനി പറയാനുള്ളത്? ഞാൻ കുറച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഇനിയുമുണ്ട് ധാരാളം. അതുകൊണ്ട് ഭരതകുലത്തിൽ നിന്ന് ശ്രേഷ്ഠനായ ഹേ രാജാവേ, ആ പരമാത്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആർക്കും പരിച്ഛേദിക്കാൻ കഴിയാത്ത ബീജങ്ങളെ, അത്ഭുതങ്ങളായ ബീജങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ഏവം വിധന്നദ്ഭുതാനി കൃഷ്ണസ്യ പരമാത്മനാം വീരണ്യനന്തരീരസ്യസന്ധ്യാനി ഭാരതാം. ഏവം വിധന്നദ്ഭുതാനി കൃഷ്ണസ്യ പരമാത്മനാം വീരണ്യനന്തരീരസ്യസന്ധ്യാനി ഭാരതാം. ഭൂതവാന അധ്യായം സംഗ്രഹിച്ച് ഭൂതൻ ഒരു ശ്ലോകത്തോടുകൂടി ഈ അധ്യായത്തെ സംഹരിക്കാം. ഇതമനുശൃണോതി ശ്രാവയദ്വാ മുരാരേൻ സരിതമമതകേർവർണിതം വ്യാസപുത്രയും ജഗദഖവിതലം തദ്ഭക്തസത്കർണപൂരം ഭഗവതി കഥൂയാത് ക്ഷേമധാമ. യാതൊരുവനാണോ ഇത് മനുഷ്യണോതി, ഇത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. ശ്രാവയെ വാ കേൾപ്പിക്കുകയോ ചെയ്യുക, കേൾക്കുകയോ കേൾപ്പിക്കുകയോ, ഇത് വായിക്കുകയോ ചെയ്യുക. മുരാരേഹേ മുരാരിയുടെ ഭഗവാന്റെ ചരിതം അമതകൃത്തേഹ വർണ്ണിത, അമതകൃത്യായ മുരാരിയുടെ വർണ്ണിക്കപ്പെട്ട ചരിതത്തെ വ്യാപപുത്രൈഹി വർണ്ണിതം ചരിതം, വ്യാപപുത്രന്മാരാൽ വർണ്ണിക്കപ്പെടുന്ന ഈ ചരിത്രത്തെ ആരാണോ കേൾക്കുന്നത്, ജഗത് അഖഭിത് അലം, ജഗത്തിലുള്ള അകത്ത മുഴുവൻ ഭേദിച്ചു കളയും. ഈ ലോകത്തിന് കിട്ടിയ സമസ്ത ഭാവത്തെയും നുറക്കിക്കളയും. അലം പര്യാപ്തമാകുവോളം തദ്ഭക്തസത്കർണ, ആ ഭഗവാന്റെ ഭക്തന്മാരുടെ സത്തായ കർണപൂരത്തെ നിറയ്ക്കുന്നത് പോലെ ഭഗവതി കൃതജിത് ക്ഷേമധാമ, ആ ക്ഷേമധാമാവിന്റെ സ്ഥാനത്തേക്ക് യാതി പോകുന്നതിന് ഭഗവതി കൃതചിത്ത, ഭഗവാനിൽ ചിത്തം ഉറപ്പിച്ചവരായിട്ട് അവരങ്ങോട്ട് തന്നെ പോവുകയും എന്ന് ഈ കഥയുടെ ഒരു ശ്രുതി ഫലം എന്താണ് എന്ന് പൂരിപ്പിച്ച് സുഹൃത്തുക്കളി ശ്രാവയദ്വാമുരാരേശ്വരിതമതകൃത്തേർവർണ്ണിതം വ്യാസപുത്രേ ജഗദഖവിതരം തദ്ഭക്തസത്കർണപൂരം ഭഗവതി കൃതജിത്തോയാതിതൽക്ഷേമധാമ. യൈതമനുശൃണോതി ശ്രാവയദ്വാമുരാരേഃ ചരിതമതകൃത്തേർവർണ്ണിതം വ്യാസപുത്രേ ജഗദഖവിതരം തദ്ഭക്തസത്കർണപൂരം ഭഗവതി കൃതജിത്തോയാതിതൽക്ഷേമധാമ എന്നിങ്ങനെ ആ 85 അധ്യായം അവിടെ തീർന്നു. 86 അധ്യായം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. പിന്നെ 4 അധ്യായം കൊണ്ട് ഈ ഗ്രന്ഥങ്ങളുടെ ഉപസംഹരിക്കും. 86 കഥകളാണ്. 87 ശ്രുതിഗീത എന്ന് പറയുന്ന ഇത്തിരി ഗഹനം തോന്നിക്കാവുന്ന കുറെ ശ്ലോകങ്ങൾ അതിനകത്താണ്. അത് നമുക്ക് പതുക്കെ അർത്ഥം നന്നാക്കി പദം തിരിച്ച് ബോധ്യപ്പെട്ട് പഠിച്ചു പോകാം. പിന്നെ ബാക്കി കഥ പറഞ്ഞ് ഈ ദശമസ്കന്ധം പൂർണ്ണമാക്കുകയാണ്.
അടുത്ത ദിവസം കാണാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ സംസാരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.